നമസ്കാരം. ആചാര്യ വിഷ്വൽ മീഡിയയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സുസ്വാഗതം. ഇന്ന് ഈ ചാനലിലൂടെ നമ്മൾ ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. അതിൽ ഇന്ന് പറയാൻ പോകുന്നത് വ്യാഴമാറ്റത്തെക്കുറിച്ചാണ്. വ്യാഴമാറ്റം വളരെ എഫക്റ്റ് ചെയ്യുന്ന ഒരു മാറ്റമാണ് വ്യാഴത്തിൻ്റെ മാറ്റം. വളരെ എഫക്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ സാമ്പത്തിക കാര്യങ്ങളെ കാണിക്കുന്ന ഒരു ഗ്രഹമാണ് വ്യാഴം. നമ്മളൊരു ജാതകം എഴുതുമ്പോൾ തന്നെ, ഒരു കുട്ടിയുടെ ജാതകം എഴുതാൻ നമുക്ക് തരുമ്പോൾ തന്നെ നമ്മൾ ആദ്യം നോക്കുന്നത് ആ കുട്ടിയുടെ ജാതകത്തിൽ വ്യാഴത്തിൻ്റെ സ്ഥിതി. വ്യാഴം അനിഷ്ടഭാവത്തിലേക്കാണോ? വ്യാഴം തന്നെ കുറേ യോഗങ്ങളെ തരുന്ന ഒരു ഗ്രഹവും കൂടിയാണ് വ്യാഴം. വ്യാഴനെ ആസ്പദമാക്കിയാണ് ഗജകേസരി യോഗം, രുചക മഹായോഗം, ഇങ്ങനെ മഹായോഗങ്ങളെ വരെ കാണിക്കുന്ന ഒരു ഗ്രഹമാണ് വ്യാഴം. അപ്പോൾ വ്യാഴത്തെ ആസ്പദമാക്കിയാണ് നമ്മൾ ഒരാളിൻ്റെ ജാതകം തന്നെ നോക്കുമ്പോൾ അവരുടെ ജീവിതം സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കാതിരിക്കണമെങ്കിൽ വ്യാഴം ആ ജാതകത്തിൽ നല്ല സ്ഥാനത്ത് നിൽക്കണം, ഏതൊക്കെ ഗ്രഹങ്ങൾ എവിടെയൊക്കെ നിന്നാലും. അതുപോലെ പ്രകൃതിയിൽ ഓരോ വർഷത്തിലൊരിക്കൽ വ്യാഴം മാറിക്കൊണ്ടിരിക്കും. 12 വർഷം കൊണ്ട് 12 രാശിയിലും വ്യാഴം സഞ്ചരിക്കും. 12 രാശിയിലും വ്യാഴം സഞ്ചരിക്കും. അതിനെയാണ് ഒരു വ്യാഴവട്ടം എന്ന് പറയും. നമ്മളൊരു വ്യാഴവട്ടം എന്ന് പറഞ്ഞാൽ 12 വർഷം, 12 രാശിചക്രത്തിലും കടന്ന് വ്യാഴം എത്തിച്ചേരും. അപ്പോൾ ഈ വ്യാഴത്തിൻ്റെ സംക്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. വ്യാഴം ഇപ്പോൾ മേടം രാശിയിൽ നിന്ന് ഇടവം രാശിയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. എപ്പോൾ? 2024 മെയ് മാസം 1-ാം തീയതി. 1199 ആണ്ട് മേടമാസം 18-ാം തീയതി. 1199 ആണ്ട് മേടമാസം 18-ാം തീയതി ആണ് വ്യാഴം മേടം രാശിയിൽ നിന്ന് ഇടവൻ രാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. 2025 മെയ് മാസം 15-ാം തീയതി വരെ വ്യാഴം ഈ രാശി നിൽക്കും. ഒരു വർഷത്തിലേറെ പീരീഡ് മേടം ഇടവൻ രാശി നിൽക്കും. അപ്പോൾ നമ്മളിന്ന് ഇടവൻ രാശിക്കാരുടെ ഫലത്തെക്കുറിച്ചാണ് നോക്കണേ. ഇടവൻ രാശിയിൽ ജനിച്ച നക്ഷത്രങ്ങൾ കാർത്തിക നക്ഷത്രത്തിൻ്റെ കാൽഭാഗം മേടൻ രാശി പോയി. കാർത്തിക നക്ഷത്രത്തിൻ്റെ മുക്കാൽ ഭാഗവും രോഹിണി നക്ഷത്രം പൂർണ്ണമായിട്ടും മകയിര നക്ഷത്രത്തിൻ്റെ പകുതി ഭാഗവും അടങ്ങുന്ന 2.25 നക്ഷത്രമാണ് ഇടവൻ രാശി. ഇപ്പോൾ മേടൻ രാശിയിൽ കാർത്തികയുടെ കാൽഭാഗം പോവും. ഇടവൻ രാശിയിൽ ചേർന്ന 2.25 നക്ഷത്രങ്ങൾ ചേർന്നതാണ് കാർത്തികയുടെ മുക്കാൽ ഭാഗവും രോഹിണിയും മകയിരത്തിൻ്റെ പകുതിയും. ഈ രാശിക്കാർക്ക് കഴിഞ്ഞ പീരീഡിൽ വ്യാഴം 12-ാം ഭാവത്തിൽ നിന്ന കാലഘട്ടമാണ്. വ്യാഴന് ഏറ്റവും ദോഷസ്ഥാനമാണ് 12. ആ 12-ൽ നിങ്ങൾക്ക് വ്യാഴം നിന്ന നിങ്ങൾക്ക്, അതായത് സാമ്പത്തികമായി ഏറ്റവും തകർച്ച ഉണ്ടാവുന്ന കാലഘട്ടമാണ് കഴിഞ്ഞ പീരീഡ് എന്ന് അറിയുക. വ്യാഴന് ഏറ്റവും ബലം കുറഞ്ഞ സ്ഥലമായിരുന്നു 12. 12 നിന്ന് വ്യാഴം ജന്മത്തിലേക്ക് വരികയാണ്. ജന്മം എന്ന് പറഞ്ഞാൽ നമുക്കൊപ്പം എത്തുകയാണ്. അപ്പോൾ ഭഗവാന്റെ പ്രസൻസ് ഉണ്ടാവും. ദൈവാധീനം മറഞ്ഞു നിൽക്കുന്നവർക്ക് ദൈവാധീനം തെളിയും. ഗുരുത്വം ഉണ്ടാവും. ചെയ്യുന്ന പ്രവൃത്തിക്ക് റിസൾട്ട് കിട്ടും. മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങൾ റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റും, പൂർത്തീകരിക്കാൻ പറ്റും. എല്ലാ കാര്യങ്ങളും അനങ്ങി തുടങ്ങും. മറ്റതെല്ലാം ബ്ലോക്കായി പൊയ്ക്കൊണ്ടിരുന്നതിൽ നിന്ന് പെട്ടെന്നൊരു ചേഞ്ച് വരികയാണ്. പ്രത്യേകിച്ച് സാമ്പത്തിക ഗ്രോത്ത് ഉണ്ടാവും. മനസ്സിന് സ്വസ്ഥത കിട്ടും. ശാരീരിക ബുദ്ധിമുട്ടുകളാൽ വ്യാകുലതപ്പെട്ടുകൊണ്ടിരുന്നവർക്ക് പെട്ടെന്ന് ഒരു ചേഞ്ച് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ മനസ്സന്തോഷം ലഭിക്കും. പുണ്യദേവാലയ ദർശനം ചെയ്യാനിടവരും.
സജ്ജനങ്ങളെ കണ്ടുമുട്ടാനും സത്സംഗങ്ങളിൽ പങ്കെടുക്കാനും സാധിക്കും. ഇതിനെല്ലാം അനുകൂലപ്രദമായി തീരുന്ന ഒരു കാലഘട്ടമാണ് ഇടവൻ രാശിക്കാർക്ക് സംജാതമായിരിക്കുന്നത്. അപ്പോൾ ഇടവൻ രാശിക്കാർ കഴിഞ്ഞ പീരീഡുകളെ അപേക്ഷിച്ച് വിഷമിച്ചിരിക്കേണ്ട സമയമല്ല. നിങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കുക. നിങ്ങൾക്ക് ഇറങ്ങുന്ന കാര്യങ്ങൾക്ക് വിജയസാധ്യത ഉണ്ടാകുന്ന സമയമാണ്. അതുകൊണ്ട് പൂർണ്ണമായിട്ടും ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങണം. അതേപോലെ തന്നെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനൊപ്പം തന്നെ ബെൽ ബട്ടണും കൂടി അമർത്തുക. ചാനൽ ഷെയർ ചെയ്യുക. മറ്റുള്ളവർക്കും കൂടി ഈ വാക്ക് ശ്രമിക്കാൻ കഴിയട്ടെ. അതേപോലെ തന്നെ ഈ ചാനൽ ബെൽ ബട്ടണും കൂടി അമർത്താൻ പറയുന്നതിൻ്റെ കാരണം നമ്മൾ ഈ ചാനലിലൂടെ നിത്യജ്യോതിഷം ഓരോ ദിവസവും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഒരു ബ്രീഫായിട്ട് നിർദ്ദേശം തരുന്നുണ്ട്. എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് തന്നെ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരുന്നാൽ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഓരോ കാര്യത്തിന് ഇറങ്ങുന്നതിന് മുമ്പ് നമുക്ക് ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. ഉദാഹരണം, മഴ പെയ്യും എന്നറിഞ്ഞാൽ ഒരു കുടയും കൊണ്ട് പോവാം. ട്രാഫിക് ബ്ലോക്ക് ഉണ്ടെന്ന് കണ്ടാൽ നേരത്തെ ഇറങ്ങുകയോ വഴി മാറിപ്പോവുകയോ ചെയ്യാം എന്ന് പറഞ്ഞതുപോലെ നമുക്കൊരു മുൻകരുതൽ എല്ലാ പ്രേക്ഷകരുടെയും അഭ്യർത്ഥന മാനിച്ചുകൊണ്ടാണ് അങ്ങനെ നിത്യജ്യോതിഷം എല്ലാ ദിവസവും ജ്യോതിഷ പരിപാടി ചെയ്യണേ. അതുപോലെ തന്നെ നമ്മൾ യൂട്യൂബ് ലൈവ് പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. യൂട്യൂബ് ലൈവ് പ്രോഗ്രാം ചെയ്യുന്നത് കാരണം പലരും നമ്മൾ ചെയ്യുന്ന ലൈവ് അറിയുന്നില്ല. ലൈവ് പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷമായിരിക്കും പലരും വിളിച്ച് ബന്ധപ്പെടുന്നത്. അയ്യോ ലൈവ് ഉണ്ടായിരുന്നല്ലേ എന്ന് ചോദിച്ചാൽ അവർക്ക് വിഷമത്തോടുകൂടി പറയും അടുത്ത ലൈവ് വരെ പിന്നെ വെയിറ്റ് ചെയ്യേണ്ടി വരും. പെട്ടെന്ന് എന്തെങ്കിലും കാര്യങ്ങൾ അറിയാൻ 1 മണിക്കൂർ സമയം നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം തരുന്നതാണ്. അതുപോലെ തന്നെ വിദേശ മലയാളികളുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് നമ്മൾ ദുബായിൽ കരാമ എന്ന് പറഞ്ഞ സ്ഥലത്ത് ആരാമം റെസ്റ്റോറൻറ്റിനകത്തായിട്ട് പൂജാസ് ജുവലറി ട്രേഡിംഗ് LLC എന്ന സ്ഥാപനം നടത്തുന്നുണ്ട്. കാരണം UAE മലയാളികൾക്ക് അവിടെ വന്ന് കൺസൾട്ട് ചെയ്യാവുന്നതാണ്. അവരുടെ സൗകര്യാർത്ഥം അവിടെ തുടങ്ങിയിട്ടുണ്ട്. നിശ്ചിത ദിവസം എല്ലാ മാസത്തിലും അവിടെയുണ്ട്. അതേപോലെ തന്നെ മലയാളികൾക്ക് വേണ്ടിയിട്ട് തന്നെ അവിടുത്തെ പ്രമുഖ ചാനലായ മലയാളം ചാനലായ NTV ചാനലിൽ എല്ലാ ഞായറാഴ്ചയും 12 മണി മുതൽ 1 മണി വരെ ലൈവ് പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വിളിച്ച് നിങ്ങളുടെ കാര്യങ്ങൾ ചോദിച്ചറിയാവുന്നതാണ്. അപ്പോൾ എന്തിന് എല്ലാ എപ്പിസോഡിലും നമ്മളിത് പറയുന്നു എന്ന് ചോദിച്ചാൽ പലരും ആ ഒരു കൂറ് മാത്രമേ ചിലപ്പോൾ കാണാറുള്ളൂ. ഇപ്പോൾ ഈ മേടൻ രാശിക്കാരെ കാര്യം ഇടവൻ രാശിക്കാരെ അറിയണതിൽ കാര്യമില്ല. അതുകൊണ്ട് അവർ മേടൻ രാശി മാത്രമേ നോക്കി അല്ലെങ്കിൽ ഇടവൻ രാശി മാത്രമേ നോക്കി മനസ്സിലാക്കാറുള്ളൂ. അപ്പോൾ വളരെ ഗുണപ്രദമായ സമയത്തിലേക്ക് വരികയാണ് കഴിഞ്ഞ പീരീഡുകളെ അപേക്ഷിച്ച്. അപ്പോൾ നിങ്ങൾക്ക് ഒരു നല്ല വർഷം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാ ഇടവരാശിക്കാർക്കും നല്ലത് വരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.